ചായ മോനുണ്ടായിരുന്നോ? കുഞ്ഞില്ല അവധിയല്ല, അവര് കിടക്കുക. നീ താമസിച്ച് എണ്ണിട്ടാ പോരായിരുന്നു, അവധിയായിരുന്നോണ്ട്. ഇന്നെന്താ നേരത്തെ എണ്ണിട്ട്? അമ്മക്ക് പതുക്കെ ചായ തന്നാ മതി. എണ്ണിക്കുന്ന സമയത്ത് എണ്ണീച്ച് ചായ. ഇപ്പോഴാണോ ചായ കൊണ്ടുവരുന്നത്? അവധിയല്ലേ അമ്മേ, ഉറങ്ങിയാണെന്ന് പറഞ്ഞ് സാധാരണ വീട്ടിലെ പെണ്ണുങ്ങളോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എണ്ണിക്കും. അവധിയാന്ന് പറഞ്ഞാൽ എണ്ണിക്കണ്ടായിരുന്നല്ലോ, അവിടെ അങ്ങ് കിടന്നാൽ മതിയായിരുന്നല്ലോ. എന്തായാലും എണ്ണീറ്റത്? ചായ ഒന്നും വേണ്ടണ്ടായിരുന്നു. എനിക്ക് വേണ്ട ചായ ഞാൻ കനത്തി കുടിച്ചോളുമായിരുന്നല്ലോ. എടി മോളെ, നീ മഴയും പിടിച്ച് നീ എവിടെ ഇറങ്ങി പോവാ? ഇങ്ങോട്ട് കേറടി. നീ അലക്കാൻ പോവാ. ചാറ്റമഴ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. പനി പിടിക്കും നീ മഴ തുള്ളി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. വാഷിംഗ് മെഷീനകത്ത് കൊണ്ടിട്ട് കഴുകാൻ നോക്ക്. കയറി വാ മോളെ, കയറി വാ. വാഷിംഗ് മെഷീനകത്ത് കഴുകിയാൽ മതി. തുണി അലക്കാൻ മഴയല്ലേ, വാഷിംഗ് മെഷീനിൽ തോർന്ന് നിൽക്കുക. വാഷിംഗ് മെഷീനകത്തൊന്നും അലക്കണ്ട. ഒന്നാമത് ഒരിക്കലും ഇല്ലാത്ത കറണ്ട് ബില്ലൊക്കെ ഇങ്ങോട്ട് വരുന്നത്. കല്ലെ കൊണ്ടിട്ട് അലക്കാൻ പറ്റും. നല്ല തുണിയും മഴയൊന്നും കുഴപ്പമില്ല. തലയിലൊരു തോർത്ത് കെട്ടി ഇറങ്ങി നിന്ന് തുണി കല്ലിൽ അലക്കിയാൽ മതി. വാഷിംഗ് മെഷീനകത്തൊന്നും ഇടണ്ട. അതുപോലെ എൻ്റെ 2-3 തുണികളുണ്ട്. അതെല്ലാം എടുത്തോണ്ട് പോയി ആ ചാറ്റമഴ മഴ കൂടുന്നതിന് മുമ്പ് തുണി നനച്ചിടാൻ നോക്ക്. മെഷീനകത്ത് ഇടണ്ട, ഒക്കത്തില്ല. കറണ്ട് ബില്ല് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. മിക്സിക്കകത്ത് അരച്ചാൽ മതി, എളുപ്പം അരച്ച് കിട്ടും. കല്ലിലൊന്നും മിക്സിക്കകത്ത് മോള് അരച്ചാൽ മതി കേട്ടോ. മിക്സിക്കകത്ത് അമ്മിക്കല്ലോടെ ഉണ്ടാക്കിയിട്ടിട്ടില്ലേ? അമ്മിക്കല്ലിലൊക്കെ അരച്ചാൽ മതി, മിക്സിയിലൊന്നും അരക്കണ്ട. അതുപോലെ അമ്മിക്കല്ലിൽ അരച്ചാലേ അരപ്പിനൊക്കെ നല്ല രുചി. വേദനയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പേ അമ്മിക്കല്ലിൽ ഞങ്ങളൊക്കെ അരച്ചുകൊണ്ടിരുന്നത്. അമ്മിക്കല്ലിലൊക്കെ അരച്ചാൽ മതി.